നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊല്ലത്ത് RSPയിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ തർക്കം. മകനെ മത്സര രംഗത്തിറക്കാൻ NK പ്രേമചന്ദ്രൻ MP കരുനീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. പ്രേമചന്ദ്രന്റെ നീക്കത്തിന് തുടക്കത്തിലെ തടയിടാൻ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. അതേസമയം ചവറയിൽ നിന്നും മാത്രമേ മത്സരിക്കൂ എന്ന നിലപാടിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കൊടിയുടെ നിറം മങ്ങിത്തുടങ്ങി, ആ പഴയ പ്രതാപവും. പക്ഷേ തമ്മിൽ തല്ലിന് യാതൊരു കുറവുമില്ല. ബേബി ജോണിന്റെ പാത പിന്തുടർന്ന് ഷിബു ബേബി ജോൺ രാഷ്ട്രീയ കളരിയിൽ ചുവടുറപ്പിച്ചതുപോലെ സ്വന്തം മകനെ രാഷ്ട്രീയത്തിലിറക്കാനാണ് NK പ്രേമചന്ദ്രന്റെ നീക്കം. ലക്ഷ്യം ഇരവിപുരം സീറ്റും. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം മകനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ NK പ്രേമചന്ദ്രൻ PR ഏജൻസികളെ നിയോഗിച്ചെന്നും ആക്ഷേപമുണ്ട്. ഇതിനിടെ RSP നേതാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർ മത്സരിക്കാൻ വേണ്ട എന്നും ഇരവിപുരത്തുകാർ തന്നെ ധാരാളമെന്നും കുറിപ്പുകൾ. RSP UDFിലെത്തിയപ്പോൾ നേട്ടമുണ്ടാക്കിയ ഏകയാൾ NK പ്രേമചന്ദ്രനാണെന്ന് നേതാക്കൾ പരസ്യമായി സമ്മതിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP സ്ഥാനാർത്ഥികളെ കാലുവാരാൻ RSPയിലെ തന്നെ ഒരു പ്രമുഖ നേതാവിന്റെ മൗനാനുവാദം കോൺഗ്രസിനുണ്ടായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്ന ആശങ്ക സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഇരവിപുരം സീറ്റിനായി ഈ നേതാവിന്റെ പിന്തുണയോടെ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയതും സജീവ ചർച്ചയാണ്. എന്നാൽ താൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ആ നീക്കം അനുവദിക്കില്ലെന്ന് ഷിബു ബേബി ജോൺ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. RSP ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ആ ചർച്ചകൾക്കുള്ള സമിതികളുണ്ട്. ആ സമിതികൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു വാർത്തയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വാർത്തയിട്ട് കഴിഞ്ഞാൽ അതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇരവിപുരത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ചർച്ചകൾ ചെയ്തിട്ടില്ല. അടുത്ത ആഴ്ച പാർട്ടി സമിതികൾ കൂടുന്നുണ്ട്. അന്നായിരിക്കും ചർച്ചകൾ ചെയ്യുന്നത്. അല്ല, ലീഗ് പരമ്പരാഗതമായി മത്സരിച്ച് വന്ന ഒരു സീറ്റ് എന്നുള്ളതിൽ അവർ ക്ലെയിം ചെയ്യുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. RSP പരമ്പരാഗതമായി വിജയിച്ചു വന്ന സീറ്റ് എന്നുള്ള നിലയിൽ RSPയുടെ അവകാശവാദമുണ്ട്. ഞങ്ങളത് ചർച്ച ചെയ്ത് രമ്യമായി അതിന് പരിഹാരം ഉണ്ടാക്കും. അച്ഛൻ ബേബി ജോണിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ചവറയിൽ തന്നെ മത്സരിക്കുമെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കാലുവാരിയ അതേ ശക്തികൾ ഇന്നും മണ്ഡലത്തിൽ സജീവമാണെന്നുള്ളത് ഷിബു ബേബി ജോണിനെ ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ കാലുവാരൽ ഇക്കുറിയുണ്ടായാൽ പാർട്ടി വീണ്ടും പിളരാനും സാധ്യതയേറെ. കൊല്ലം ജില്ലയിലെ ചവറ, കുന്നത്തൂർ, ഇരവിപുരം സീറ്റുകളിലാണ് RSP കഴിഞ്ഞ തവണ മത്സരിച്ചത്. 3 തോറ്റു. ജില്ലയ്ക്ക് പുറത്ത് ജയസാധ്യതയില്ലാത്ത 2 സീറ്റുകളും മാറ്റി നൽകണമെന്ന ആവശ്യവുമുണ്ട്. ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്ത് വലിയ വെല്ലുവിളിയാണ് RSPക്കുള്ളത്. ഇരവിപുരം സീറ്റ് വേണമെന്ന ലീഗ് UDF നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ആ മോഹം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നതാണ് RSPയുടെ നിലപാട്. EP രാമകൃഷ്ണപിള്ളയും അവിടെ 3 പ്രാവശ്യം മത്സരിച്ചു. 1 പ്രാവശ്യം പരാജയപ്പെട്ടു PKK ബാബായുമായിട്ട്. 2 പ്രാവശ്യം, 1 പ്രാവശ്യം ജയിച്ചു, മന്ത്രിയായി. അതിനു മുമ്പ് ജയിച്ചിരുന്ന RS ഉണ്ണിയാണ്. RS ഉണ്ണി 4 പ്രാവശ്യം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇരവിപുരം മണ്ഡലം. പിന്നെ ഇത് ലീഗിൻ്റെ മണ്ഡലമാണ് ഞങ്ങൾ മത്സരിച്ചതെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ലീഗ് ഇനി 5 സീറ്റുണ്ടായിരുന്നു. അവർക്ക് മത്സരിക്കാൻ ആളില്ല. 3 സീറ്റിൽ മത്സരിച്ചില്ല, 2 സീറ്റേ മത്സരിച്ചോളൂ. ആളില്ലെങ്കിൽ എന്തിന്? അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക. മനസ്സിലായില്ലയോ? ഇത് കണ്ടുകൊണ്ടാണോ നിയമസഭാ മണ്ഡലം ചോദിക്കുന്നത്? നാണം വേണ്ടേ ഇത് ചോദിക്കാൻ? ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ കൊല്ലത്ത് CPIയേക്കാൾ ശക്തിയുണ്ടായിരുന്നു RSPക്ക്. എന്നാൽ UDFിലെത്തിയതോടെ ഈർക്കിൽ പാർട്ടിയേക്കാൾ ശോഷിച്ചു RSP. കോൺഗ്രസ് RSPയെ കാർന്നു തിന്നുന്നുവെന്നാണ് പ്രമുഖ നേതാക്കളുടെ അടക്കം അഭിപ്രായം. ജനം, കൊല്ലം.